തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹമുള്ളവരെ, ഒരുപാട് അത്ഭുതങ്ങൾ കണ്ട് ഒരുപാട് പേരുടെ അത്ഭുത കഥകൾ കേട്ട് വിസ്മയിക്കുന്നതോടൊപ്പം ചിലപ്പോൾ നമ്മൾ സങ്കടപ്പെടുക കൂടി ചെയ്യുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ എന്തേ ഇതുപോലൊരു അത്ഭുതം? ഒന്നേ ആവശ്യമായിട്ടുള്ളൂ, നിത്യവും സംഭവിക്കുന്ന അത്ഭുതങ്ങളിലേക്ക് മിഴി തുറക്കുക. 5000-ൽ പരം പേർക്ക് വർദ്ധിപ്പിക്കപ്പെട്ട ബൈബിളിലെ അത്ഭുതം നമ്മൾ കണ്ടു. ക്രിസ്തു 5 അപ്പം എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി വാട്ടി വിഭജിച്ചു. അത് 1000-ങ്ങൾക്കായി വിഭജിക്കപ്പെട്ടു. പക്ഷേ ഈ അപ്പം വർദ്ധിക്കുന്ന അത്ഭുതം കണ്ട് ചില അത്ഭുതങ്ങൾ കാണാനുള്ള നമ്മുടെ കാഴ്ച മങ്ങി. 5 അപ്പത്തിലെ അത്ഭുതം കാണാതെ പോയി. പക്ഷെ ക്രിസ്തു എന്തുകൊണ്ട് ഈ 5 അപ്പം എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി? അതിൽ ദിവ്യമായ എന്തോ ഒന്ന് ക്രിസ്തു കണ്ടു. ഒരു ഗോതമ്പ് മണി നിലത്ത് വീണു. അത് മണ്ണിൽ അഴിഞ്ഞില്ലാതായി. ആ ശൂന്യതയിൽ നിന്ന് ഭൂമിയുടെ പുറന്തോട് പൊട്ടിച്ച് 2 തളിരില പുറത്തു വന്നു. അത് വളർന്നൊരു ഗോതമ്പ് ചെടിയായി, നിറയെ ഗോതമ്പ് മണികളായി, പൊടിഞ്ഞു കുഴഞ്ഞ് മാവായി, അപ്പമായി. ഈ അപ്പക്കഷ്ണത്തിൽ മണ്ണും മഴയും മഞ്ഞും വെയിലും മരവും ഈ പ്രപഞ്ചവും മുഴുവൻ ഒരു പ്രത്യേക ആനുപാതികത്തിൽ ദൈവം ചേർത്തിരിക്കുന്നു. മനുഷ്യൻ്റെ നാവിൽ രുചിക്കും വിധം. ഈ 5 അപ്പത്തിൽ അത്ഭുതം നമ്മൾ കാണാതെ പോയി. അപൂർവങ്ങളിൽ അപൂർവങ്ങളായി സംഭവിക്കുന്ന വർദ്ധിപ്പിക്കപ്പെട്ട അപ്പത്തിൽ മാത്രം അത്ഭുതം കണ്ടു. ഒരു ഗോതമ്പ് മണി വർദ്ധിച്ചതാണ് 5 അപ്പമെന്ന് അറിയാൻ മറന്നുപോയി. നമുക്ക് നിത്യവും സംഭവിക്കുന്ന അത്ഭുതങ്ങളിലേക്ക് തിരിച്ചു വരാം. ഒരു സൂര്യോദയം അത്ഭുതമാണ്. ഈ കാറ്റ്, ഈ വെളിച്ചം എല്ലാം അത്ഭുതമാണ്. ക്രിസ്തു കണ്ടതും നമ്മളോട് കാണാൻ പറഞ്ഞതുമായ അത്ഭുതങ്ങളുണ്ട്. ആകാശത്തിലെ പക്ഷികളെ നോക്കുക, വയലിലെ പൂക്കളെ നോക്കുക. ആകാശത്തൊരു പാടും അവശേഷിപ്പിക്കാതെ പറന്നു പോകുന്ന പക്ഷി അത്ഭുതമാണ്. വിരൽത്തുമ്പിൽ വിടർന്നു നിൽക്കുന്ന പൂവ് അത്ഭുതമാണ്. ക്രിസ്തു കണ്ടത് ഈ അത്ഭുതങ്ങളാണ്. നമ്മളും കാണേണ്ടത് ഈ അത്ഭുതങ്ങളാണ്. സ്നേഹപൂർവ്വം.